ഒരു പക്കാ ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെയാണ് നമ്മുടെ ജിസേൽ താക്കറേൽ. ഒരാളുടെ വസ്ത്രധാരണ രീതി വെച്ച് ഒരാളെയും അളക്കാൻ പറ്റില്ല എന്ന് പറയുന്നതൊക്കെ ജിസേലിൻ്റെ കാര്യത്തിൽ 100% കറക്റ്റാണ്. ഒരു ഹിന്ദിക്കാരി, അത് പാതി മലയാളി, ആലപ്പുഴയിൽ എങ്ങാണ്ടാണ് വീട്. അവരൊന്നും നാട്ടിൽ വരാൻ കൂടി സാധ്യതയില്ല. മലയാളമാണെങ്കിൽ പറയുന്നത് വളരെ കഷ്ടപ്പെട്ടാണ്. ഏതോ ഒരു ഹിന്ദി ബിഗ് ബോസ് സീസണിൽ ഉണ്ടായിരുന്നെന്നും പറയുന്നു. ഇവരെയൊക്കെ മലയാളം സീസണിൽ കൊണ്ടിട്ടാൽ ഇവരെന്ത് ചെയ്യാനാണ് എന്നൊക്കെ പല പ്രേക്ഷകരുടെ സംശയമുണ്ടായിരുന്നു. ഈ സംശയങ്ങളെയൊക്കെ കാറ്റിൽ പറത്തി ബിഗ് ബോസ് മലയാളം സീസൺ 7 2-ാം ദിവസം ജിസേൽ അങ്ങ് തൂക്കി. രാവിലെ തൊട്ട് മറ്റൊരു കണ്ടസ്റ്റൻറ്റിനും സ്ക്രീൻ സ്പേസ് കിട്ടാത്ത രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു ജിസേലിൻ്റേത്. അവരുടെ മറ്റുള്ള കണ്ടസ്റ്റൻസിനോടുള്ള ഇടപെടൽ, കോൺഫിഡൻസ്, ഗെയിമിനെ സമീപിക്കുന്ന രീതി, ടീം സ്പിരിറ്റ്, ഇതെല്ലാം വളരെ വ്യത്യസ്തമാണ്. തന്നെ ഡ്രസ്സിങ്ങിൻ്റെ പേരിൽ നോമിനേഷനിൽ എടുത്തിട്ട് ഷാനവാസിനോട് എന്തിനാണ് ഡ്രസ്സിങ്ങിൻ്റെ പേരിൽ ഒരാളെ വിലയിരുത്തിയത്, ഇത് ഞാൻ അറിഞ്ഞല്ലോ നിങ്ങൾ എന്നെ നോമിനേഷനിലിട്ടത് എന്ന് നേർക്ക് നേർ നിന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ജിസേൽ. മാത്രമല്ല ഇതേ ഷാനവാസിൻ്റെ ഒപ്പമാണ് വൈകുന്നേരം ബിഗ് ബോസ് കൊടുത്ത കട്ടിൽ ടാസ്കും ചെയ്തത്. ബാക്കി 3 പേര് ഉറങ്ങിയാലും ഞാൻ ഉറങ്ങാതെ കാവലിരിക്കും എന്ന് ജിസേൽ പലപ്പോഴും പറയുന്നുണ്ടായിരുന്നെങ്കിലും അത് അക്ഷരാർത്ഥത്തിൽ ജിസേൽ ചെയ്ത് കാണിക്കുകയായിരുന്നു. തൻ്റെ ടീം മെമ്പേഴ്സിനെ ഒരാൾ പോലും ഉപദ്രവിക്കാത്ത രീതിയിൽ അത്രയും പ്രൊട്ടക്റ്റീവായിട്ടാണ് ജിസേൽ നിന്നത്. ഗെയിമിനെക്കുറിച്ച് നല്ല ധാരണയും മറ്റുള്ളവരോട് എങ്ങനെ അടുക്കണം, എവിടെ വെച്ച് അടുക്കണം, എത്ര അകലത്തിൽ നിൽക്കണം, ഇതെല്ലാം തന്നെ നല്ല ബോധവുമുണ്ട്. ജിസേലിന് മലയാളം നല്ല രീതിക്ക് സംസാരിക്കാൻ അറിയാം. എല്ലാവരോടും മലയാളത്തിൽ തന്നെയാണ് കഴിവതും ജിസേൽ സംസാരിക്കുന്നതും. എന്തായാലും ജിസേലിനെ മലയാളികൾ ഏറ്റെടുത്തു കഴിഞ്ഞു. നല്ല രീതിക്ക് മുന്നോട്ട് പോയാൽ ജിസേൽ ഫൈനൽ 5-ൽ എന്നുറപ്പാണ്. ജിസേലിനൊപ്പം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ കൂടെ കൂടിക്കോളൂ. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസിൽ ഒരാളായി ജിസേൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ജിസേലിന് ഓൾ ദി ബെസ്റ്റ്.